കെഎസ്ആർടിസിയിൽ INTUC അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിലുള്ള TDFന്റെ പണിമുടക്ക് പുരോഗമിക്കുകയാണ്. അർദ്ധരാത്രി 12 മണി മുതൽ ഇന്ന് അർദ്ധരാത്രി 12 മണി വരെയാണ് ഈ പണിമുടക്ക്. തിരുവനന്തപുരം തമ്പാനൂരിൽ ബസ്സുകൾ തടഞ്ഞു. നെടുമങ്ങാട് ATO ഓഫീസ് ഉപരോധിച്ച 12 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ കാണുന്നത് തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നുള്ള പ്രതിഷേധ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ്. സ്റ്റെഫിനുണ്ട് വിവരങ്ങളുമായി. സ്റ്റെഫിൻ, രൂക്ഷമായ ഭാഷയിലാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. ഇത് ആരെയാണ്? സമരത്തിൽ പങ്കെടുക്കാത്ത ജീവനക്കാരെയാണോ, മന്ത്രിയെയാണോ, അതോ KSRTC തലപ്പത്തുള്ള ആളുകളെയാണോ? രതീഷ്, തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് TDFന്റെ നേതൃത്വത്തിൽ യഥാർത്ഥത്തിൽ ഇന്ന് ഈ 24 മണിക്കൂർ പ്രതിഷേധ സമരം നടക്കുന്നത്. പലയിടത്തും സർവീസുകൾ ബദലി ജീവനക്കാരെ വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാരിൻ്റെ ഒരു നീക്കം. എങ്ങനെയെങ്കിലും ഇവരെ സമരത്തെ തകർക്കുക എന്നുള്ളതാണ് പറയുന്നത്. എന്തൊക്കെ ആവശ്യം? KSRTCയിൽ നമുക്ക് പ്രധാന ആവശ്യമെന്ന് പറയുന്നത് ശമ്പളമാണ്. ശമ്പളം കൃത്യമായിട്ട് 1-ാം തീയതി മാസാവസാനം ആദ്യത്തെ ഫസ്റ്റ് വർക്കിംഗ് ഡേയിൽ തന്നെ ശമ്പളം തരിക. അതുപോലെ തന്നെ DA തരിക. നമുക്ക് KSRTC ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം 1% പോലും DA ഇല്ലാത്ത കഴിഞ്ഞ 8.5 വർഷക്കാലമായി 1% പോലും DA ഇല്ല. ഞങ്ങൾ ശമ്പളത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ 8.5 വർഷം കൊണ്ട് സമരം ചെയ്യുന്നത്. ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയല്ല, ഒരു അവകാശങ്ങൾക്കും വേണ്ടിയില്ല. ഞങ്ങളുടെ ശമ്പളം, ചെയ്ത ജോലിയുടെ ശമ്പളം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. മന്ത്രി പറഞ്ഞു 1-ാം തീയതി ശമ്പളം ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ല. മന്ത്രിക്ക് ലഭിക്കുന്ന കാര്യമാണ് മന്ത്രി പറഞ്ഞത്. മന്ത്രിക്ക് ശമ്പളം കിട്ടുന്ന ഡേറ്റാണ് മന്ത്രി പറഞ്ഞത്. KSRTCയിലെ തൊഴിലാളികൾക്ക് കഴിഞ്ഞ 8.5 വർഷക്കാലമായിട്ട് ഇതുവരെ 2 മന്ത്രിമാർ മാറി മാറി വന്നു, വിവിധ CMDമാർ മാറി മാറി വന്നു. പക്ഷേ KSRTCയിലെ ഒരു തൊഴിലാളിക്കും ഇന്ന് വരെ കൃത്യമായിട്ട് 30-ാം തീയതിയോ അല്ല 1-ാം തീയതിയോ അല്ല 5-ാം തീയതിയോ പോലും ശമ്പളം കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. സർവീസ് ഇല്ല. സർവീസ് കാര്യമായിട്ട് പോകുന്നു പറയുന്നത് കേരളത്തിലെ സകല എംപാനൽ തൊഴിലാളി ബദലി തൊഴിലാളികളെയും പിന്നെ KSRTC സ്വിഫ്റ്റ് കമ്പനിയിലെ ഡ്രൈവർമാരെയും ഒക്കെ നിയോഗിച്ചുകൊണ്ടാണ്. നമ്മളതിൽ വിഷ്വലുണ്ട്. സ്വിഫ്റ്റ് ഡ്രൈവർമാർ വണ്ടി ഓടുന്ന വിഷ്വലൊക്കെ നമ്മളതിലുണ്ട്. അവരെ വെച്ചാണ് സർവീസ് ഉണ്ട്. KSRTCയിലെ സ്ഥിരം ജീവനക്കാരായ പറയുന്നത് ലാഭത്തിലാക്കാൻ കഴിയും. നഷ്ടമെങ്കിലും വെക്കാൻ വേണ്ടി ഈ ജീവനക്കാരുടെ പൂർണ്ണ പിന്തുണയുണ്ടെങ്കിലേ കഴിയൂ. 1-ാം തീയതി ശമ്പളം കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണെന്നാണ് അദ്ദേഹം ഇപ്പോഴും വ്യക്തമാക്കുന്നത്. സാറേ, മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും കൃത്യമായി 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ അതാത് ഡിപ്പാർട്ട്മെൻറ്റിലെ ചെയർമാൻമാർക്കോ CMDമാർക്കോ വകുപ്പ് മന്ത്രിമാർക്കോ കഴിയുന്നുണ്ട്. KSRTCയിൽ തൊഴിലാളികൾ മാസം 200-220 കോടിയോളം രൂപ എല്ലാ മാസവും കൊണ്ടുവന്നിട്ടും KSRTCയിലെ തൊഴിലാളിമാർക്ക് മാത്രം ശമ്പളം കൊടുക്കാൻ നമ്മുടെ മന്ത്രിസഭയ്ക്കോ മാനേജ്മെന്റിനോ കഴിയുന്നില്ല. നിങ്ങൾ ഈ മാനേജ്മെന്റുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അവിടെ നിങ്ങളുടെ ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ അവരുടെ ഒരു പ്രതികരണം? അവരുടെ നിരപരാധിത്വമാണ് തെളിയിച്ചത്. അവരെ കൊണ്ടൊന്നും കഴിയുന്നില്ല. സർക്കാർ ഒന്നും കൊടുക്കുന്നില്ല. സർക്കാർ എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ മാത്രമേ അവർക്ക് ശമ്പളം നൽകാൻ കഴിയൂ എന്നാണ് അവർ പറയുന്നത്. ഈ മന്ത്രി TDFന്റെ ബന്ധപ്പെട്ട ഒരു ഓർഡറുമായി വൈസ് പ്രസിഡന്റ് അജയൻ കൂടി ഉണ്ട്. മന്ത്രി ഇന്നലെയും പറയുന്നത് ഇങ്ങനെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട നിങ്ങൾ മാനേജ്മെന്റ് സമീപിച്ചു. പക്ഷേ ആ ട്രാൻസ്ഫർ കാര്യങ്ങൾ പ്രേരിതമാണ്. ഞങ്ങളെ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഒരു ട്രാൻസ്ഫർ ഒരു ട്രാൻസ്ഫർ ഞങ്ങളുടെ തൊഴിലാളികളെ പീഡിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാരെ ഉൾപ്പെടെ കേരളത്തിൻ്റെ നാനാ സൈഡുകളിലേക്ക് വനിതകൾ ഉൾപ്പെടെ ട്രാൻസ്ഫർ ചെയ്തു. അത് നിയമവിരുദ്ധമാണ് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിയും CMDയും അത് പരിഹരിക്കാമെന്ന് പറഞ്ഞു. അത് പരിഹരിച്ചില്ല. പുതിയ മന്ത്രി വന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞു ഞങ്ങളുടെ വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ വിദൂര സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അവിടുത്തെ നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ വരികയാണ്. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് KSRTCയിലെ TDF യൂണിയന്റെ നേതൃത്വത്തിലുള്ള സമരം അവിടെ നടക്കുന്നത്. അതേസമയം രൂക്ഷമായ ഭാഷയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ അത്രയും രോഷവർക്കുണ്ടാവും, സ്വാഭാവികമാണ്. ഇവിടെ മാത്രം എന്തുകൊണ്ട് ശമ്പളം കൊടുക്കാൻ ശമ്പളം കൃത്യമായി കിട്ടുന്നുണ്ട്. പക്ഷെ മന്ത്രിക്കാണെന്ന് മാത്രമെന്ന് അവർ പറയുമ്പോൾ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് അവർ അത്രയും രോഷത്തോടു കൂടി അറിയിക്കുന്നത്. AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്.